വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കൊരു പിസ്സ ഉണ്ടാക്കിയാലോ? ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഗൈസ് ഒരു പിസ്സ ഉണ്ടാക്കണമെന്ന്. ഇന്ന് സാനിമോളും ഉണ്ട്, നമുക്കപ്പോൾ പിസ്സ ഉണ്ടാക്കാൻ പോയാലോ? അപ്പോൾ ഗൈസ് നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു ഇച്ചിരി ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 സ്പൂൺ പഞ്ചസാരയും 1/4 സ്പൂൺ ഈസ്റ്റും എടുത്ത് ഇതൊന്ന് ആകാനായി വെക്കുക. ഒരു 15 മിനിറ്റ് നേരം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ആ സമയത്തേക്ക് നമുക്ക് ഇത്ര വെജിറ്റബിൾസാണ് നമ്മൾ പിസ്സയിലേക്ക് ടോപ്പിങ്സിനായിട്ട് യൂസ് ചെയ്യുന്ന 3 തരത്തിലുള്ള ക്യാപ്സിക്കവും പിന്നെ ഒരു കോളിഫ്ലവറും. അത് 3 നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കപ്പാണ് നമ്മുടെ മെഷർമെൻറ്റ്. ഇതിനൊരു 2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് 1 സ്പൂൺ പഞ്ചസാരയും 1/4 സ്പൂൺ ഉപ്പും കൂടി നമ്മൾ ചേർക്കുക. ഇതാണ് പിസ്സയുടെ ഡോയുടെ ബേസിക്. എന്നിട്ട് നമ്മൾ ആക്റ്റീവ് ആകാൻ വെച്ചിരുന്ന ഈസ്റ്റിൻ്റെ മിശ്രിതവും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പാലോ വെളിച്ചെണ്ണയോ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർക്കാം. ഞാൻ 1 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതൊരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ മാവ് നല്ലതുപോലെ പൊങ്ങി വന്ന് ഡബിൾ ആവും. ഇത് ഞാൻ 2 കപ്പ് മൈദ എടുത്തുകൊണ്ട് തന്നെ എനിക്ക് 2 പിസ്സ ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടോപ്പിങ്സിലേക്ക് കിടക്കാം. ടോപ്പിങ്സിനായിട്ട് ഞാൻ കോളിഫ്ലവർ ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്തൊന്ന് ഫ്രൈ ചെയ്യും. ഇതാണ് നമ്മുടെ പഴയ പാൻ ഉണ്ടല്ലോ, ആ പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ 3 തരത്തിലുള്ള ക്യാപ്സിക്കം പിന്നെ ഞാനൊരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഓൾറെഡി കാണിക്കാൻ മറന്നുപോയി. ആ സവാളയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്നും സോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഹണിയും പെപ്പറും ഒക്കെ ചേർക്കാം. അതൊക്കെ നമ്മൾ ഓപ്ഷണലാണ് കേട്ടോ. ഓക്കെ, ഞാനപ്പോൾ കുറച്ച് പെപ്പർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് സോൾട്ട് വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ടോപ്പിങ്സ്. പിന്നെ ഇതിലേക്ക് നമ്മുടെ ഈ സാഷ പാക്കറ്റ് ഇട്ടുള്ള കെച്ചപ്പിൻ്റെ ആ സാഷ പാക്കറ്റും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ പ്രിപ്പറേഷനിലേക്ക് നടക്കുകയാണ്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ഈ മാവും കൂടി സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ പിസ്സ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം. നമ്മൾ ഒരു വട്ടം നമ്മളിത് പാനിൽ വെച്ചൊന്ന് ഒരു സൈഡ് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട് ഗൈസ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അമ്മ കഴിച്ചിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു. കഴിച്ചവരെല്ലാവരും സൂപ്പറാണെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു, അവരും കഴിച്ചു, അവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ വന്നിട്ട് എൻ്റെ അനിയത്തിക്കും കൊടുത്തു, അവളും കഴിച്ചു, അവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് ഹസ്ബൻഡിൻ്റെ അനിയത്തിയാണ് കേട്ടോ. അടുത്ത റിയാക്ഷൻ വീഡിയോ അവളുടെയാണ്, ഇതെൻ്റെ അനിയത്തി കേട്ടോ. പിന്നെ ആങ്ങളൊക്കെയും കൊടുത്തിട്ടുണ്ട്. അപ്പം ചേട്ടൻ്റെ മോളും കഴിച്ചു, ഫൈനലി ഞാനും കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ